ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധരയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോവാണ് കേട്ടോ. ഇവരുടെ വിവാഹം അതുപോലെ തന്നെ ശാന്തി മുഹൂർത്തം ഇതിനൊക്കെ താൻ തടസ്സമായി നിൽക്കുമെങ്കിലും കൂടി യാതൊരു പ്രയോജനം ഉണ്ടായില്ല. അത് നടക്കുക തന്നെ ചെയ്യണം കേട്ടോ. ഇതേ സമയം വസുന്ധര തൻ്റെ അടവ് വീണ്ടും പ്രയോഗിക്കുകയാണ്. ഇനി 9 പവൻ താലിമാല എടുക്കണം എന്ന് ചന്ദ്രയോട് ആവശ്യപ്പെടുകയാണ് കേട്ടോ. പെൺവീട്ടുകാർ തരേണ്ടതാണ്, ഇവൾക്ക് യാതൊരു സ്വർണവും തന്നിട്ടില്ലല്ലോ, അപ്പോൾ അത് തരണമെന്ന് പറയുമ്പോൾ നിധി പറയാണ്, ഞങ്ങളതും തരാൻ തയ്യാറാണ്. അപ്പോഴേക്കും ചന്ദ്രയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്ര ഈ സ്വർണ്ണമൊക്കെ എടുത്ത് വന്ന് അങ്ങ് തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. താലി പൂജിക്കാൻ എനിക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രി വസുന്ധരയ്ക്ക് മുന്നിൽ ഒട്ടും കുറയാതെ കാലുമക്കാലൊക്കെ കയറ്റി വെച്ച് പണമുള്ളവളെ പോലെ തന്നെ ചന്ദ്രയും ഇനി പെരുമാറും കേട്ടോ. വസുന്ധരയുടെ ഈഗോ ഉണ്ടല്ലോ, അതങ്ങ് നിർത്തി കൊടുക്കണം ചന്ദ്രി. കാരണം നിധിയുടെ നിർദ്ദേശപ്രകാരമാണ് അതൊക്കെ ചെയ്യുന്നത്. കൂടെ ഗൗതമും കൂട്ടു നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം താലിമാല ഈ പറയുന്നത് പോലെ തന്നെ 9 പവൻ താലിമാല എടുക്കുകയാണ്. അപ്പോൾ ഈ സമയം വസുന്ധര വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. 5 പവൻ പറഞ്ഞു കൊടുത്ത് 9 പറഞ്ഞാൽ ഇവർക്ക് അത് വാങ്ങാൻ കഴിയുമോ എന്നറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ മനഃപൂർവ്വം അത് പറഞ്ഞ് നമുക്ക് നാണം കെടുത്തി ഈ വിവാഹം വേണ്ടെന്ന് വെക്കാം എന്നൊക്കെ ഇങ്ങനെ വസുന്ധരയും ശിവാനിയും അവിടെ രേണുകയും കൂടി ഒപ്പം നിന്നിട്ട് അവരങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്. അതേ സമയം ആ തീരുമാനത്തിനോട് യോജിക്കുകയാണ് വസുന്ധരയും. അങ്ങനെ ഇവർ സ്വർണ്ണക്കടയിൽ പോകുമ്പോൾ വസുന്ധര ആദ്യം 5 പവൻ പറയും, പിന്നീട് പറയും 5 പവൻ എന്ത് 9 പവൻ വേണം, ഞങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുകയാണെന്ന് വെച്ചാൽ 9 പവൻ വേണമെന്ന് ആവശ്യപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ഈ 9 പവൻ ചന്ദ്ര ഇവരെ ഞെട്ടിപ്പിച്ചും കൊണ്ട് 9 പവൻ എടുക്കണം. അപ്പോൾ വസുന്ധര പറയുന്നത് ചെറുക്കന് ഒരു മോതിരം കൂടിയും കൊടുക്കണം, അത് പെൺവീട്ടുകാരുടെ കടമയാണെന്ന് പറയണേ. അപ്പോൾ ഉടൻ തന്നെ അവിടെ നിധി പറയണേ, ഇപ്പോൾ അങ്ങനെ ഒരു കടമയില്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന ഭീഷണിക്ക് അനുസരിച്ച് ഞങ്ങൾക്ക് നീങ്ങാൻ നിന്ന് അതിനേ നേരമുള്ളൂ, അതുകൊണ്ട് ഞാൻ അത് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ വിവാഹം നടക്കുമ്പോൾ 9 പവൻ വേണമെന്ന് പറഞ്ഞ് 5 പവൻ്റെ മാല 9 പവനാക്കി. അതുകൊണ്ട് ഗൗതമിന് മോതിരം കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങളെ ബോധിപ്പിച്ചിട്ട് ചെയ്യുന്നില്ല എന്ന് വസുന്ധരയോട് പറയാണ് കേട്ടോ. അപ്പോൾ ഗൗതം പറയണേ, നിധി പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല അമ്മ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരോരോന്ന് ചെയ്തോട്ടെ, അമ്മയുടെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്യല്, അത് നടക്കില്ല. ഒരു ചെറുക്കന് മോതിരം കൊടുക്കണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് പെൺവീട്ടുകാരാണ്, അവരുടെ ഇഷ്ടം പോലെ, അല്ലാതെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഈ സമയം വസുന്ധരയ്ക്ക് അതും അടവായി എടുക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നീട് ഈ വിവാഹം മുടക്കാൻ യാതൊരു വഴിയുമില്ല. അങ്ങനെ പിന്നീട് താലി ചന്ദ്രി പറയാണ്, എനിക്ക് പൂജിക്കാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണം, 2 ദിവസം കൂടി ഉണ്ട് വിവാഹത്തിന്, അതുകൊണ്ട് ഞാൻ താലി പൂജിക്കാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അവിടെ വസുന്ധര പറയണേ, ഇല്ല പറ്റില്ല, അത് നടക്കില്ല, ഞങ്ങളുടെ വീട്ടിലിരിക്കണം താലി എന്ന് പറയണ്ട. എന്നാൽ ഈ സമയം പാറു പറയണ ഒരു പൂജയുടെ കാര്യമില്ല, അതിന് സമ്മതിക്കണം എന്ന് പറയണ്ട. അപ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര വിഷമമാവുകയാണ്. അപ്പോൾ ഇത് കാണുന്ന നിധി ഗൗതമിനെ ഇങ്ങനെ നോക്കുമ്പോൾ ആ നോട്ടത്തിലൂടെ ഗൗതമിന് മനസ്സിലായിട്ടാ. അങ്ങനെ ഗൗതം പറയണേ, എന്തിനാ അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇടപെടുന്നത്, ഇവർക്ക് താലി പൂജിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ ഇവർ കൊണ്ടുപോയിക്കോട്ടെ, അതൊക്കെ നല്ല കാര്യമല്ലേ, കാരണം ദൈവങ്ങളുടെ മുന്നിൽ വെച്ച് താലി പൂജിക്കുന്നതൊക്കെ നല്ലൊരു കാര്യമല്ല, അതുകൊണ്ട് അമ്മ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയണേ. ഈ സമയം വസുന്ധരയ്ക്ക് ഒന്നും എതിർത്ത് പറയാനും കഴിയുന്നില്ല. അങ്ങനെ പിന്നീട് താലി ചന്ദ്രി പൂജിക്കാൻ വേണ്ടി അമ്പലത്തിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഈ സമയമാണ് വസുന്ധരയുടെയും ശിവാനിയുടെയും രേണുകയുടെ മനസ്സിൽ ഒരു ഐഡിയ മുള പൊട്ടുന്നത്. അതായത് രേണുകയാണ് അതിൻ്റെ കുനിഷ്ഠ ബുദ്ധി. അപ്പോൾ രേണുക വസുന്ധരയ്ക്ക് വിളിച്ചിട്ട് പറയാണ്, ആ താലി പൂജിക്കാൻ കൊണ്ടുപോയത് നല്ലതിനാണ്, അവൾ അമ്പലത്തിലോട്ട് പോകുമ്പോൾ അവളുടെ കൂടെ ആരും ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് ആ സ്വർണം അടിച്ചു മാറ്റാം എന്ന് പറയാൻ കേട്ടോ. അമ്പലത്തിൽ വെച്ചിട്ട് രേണുക പറയണ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാം എന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ, ഇതിലും നല്ല ഐഡിയ വേറെ ഒന്നുമില്ല, 9 പവനാണ്, ഇനി അവരെ കൊണ്ട് എടുക്കാനും കഴിയില്ല, അതുകൊണ്ട് ഇപ്പോൾ ആളാവാൻ വേണ്ടി എവിടുന്നൊക്കെ പൈസ സംഘടിപ്പിച്ച് ചെയ്തതാണെന്ന് രേണുക തിരിച്ചും പറയാണ്. അപ്പോൾ ചന്ദ്രി അങ്ങനെ അമ്പലത്തിലോട്ട് വരികയാണ്. അപ്പോൾ ഇത് തട്ടിക്കൊണ്ടുപോകാൻ, അതായത് ഈ 9 പവൻ തട്ടിയെടുക്കാൻ ആളെ ആക്കിയിരിക്കുകയാണ് വസുന്ധര. അങ്ങനെ ഒരാളെ ആക്കിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ അയാൾ വരികയാണ്. എന്നിട്ട് ചന്ദ്രയുടെ കയ്യിൽ നിന്നും ഈ താലിമാല തട്ടിക്കൊണ്ടുപോവാണ്. അമ്പലത്തിൽ പൂജയ്ക്ക് വെക്കാൻ പറ്റിയില്ല. അങ്ങനെ ചന്ദ്രയാണെങ്കിലോ ഈ ഗുണ്ടയുടെ കൂടെ ഇങ്ങനെ ഓടുന്നുണ്ട്. ഗുണ്ടയാണെങ്കിൽ സ്കൂട്ടർ സ്പീഡിൽ ഓടിക്കുകയാണ്, പക്ഷേ അതുകൊണ്ട് തന്നെ ഗുണ്ടയെ കിട്ടുന്നില്ല. അങ്ങനെ ഈ മാല പോയ സങ്കടത്തിൽ ചന്ദ്ര അവിടെ നിലവിളിച്ച് കരയാണ്, മാല പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയാണ്.
അങ്ങനെ വീട്ടിലോട്ട് കരഞ്ഞും കൊണ്ട് ചന്ദ്ര എത്തുമ്പോൾ അശോകനും നിഖിലും ചോദിക്കുകയാണ് എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഒന്നും അറിയാത്തതുപോലെ ശിവാനിയും രേണുകയും വരികയാണ്. എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മോളുടെ മാലയുണ്ടല്ലോ, താലിമാല, അത് എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ രേണുക പറയണേ ഇവറ്റങ്ങളെ എന്നുമുള്ള ഏർപ്പാടാണല്ലോ ഇങ്ങനെ സ്വർണം പൈസയും തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത്. അപ്പോഴേ എൻ്റെ അടുത്ത് തരിക വെച്ചെങ്കിൽ ഞാനത് പൂജിക്കാൻ കൊണ്ടുവരുന്നു. അപ്പോഴും ആ വസുന്ധര പറഞ്ഞതാണ് അവരുടെ വീട്ടിലോട്ട് കൊടുത്തു വിടുക. അപ്പോൾ രേണുകയ്ക്കല്ലായിരുന്നു നിർബന്ധം. ഇനി എന്താ ചെയ്യുക, ഇനിയിപ്പോൾ വസുന്ധരയോട് എന്ത് പറയും എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഈ സമയം അശോകൻ പറയാം നമുക്ക് നിധിക്ക് വിളിക്കാം എന്ന് പറയണം. അങ്ങനെ നിധിക്ക് വിളിക്കുകയാണ്. അങ്ങനെ നിധിക്ക് വിളിക്കുമ്പോൾ നിധി പറയാണ് അമ്മേ എനിക്കിവിടെ ഇനിയിപ്പോൾ പറയാൻ ആരോടും കഴിയില്ല. ഇനിയിപ്പോൾ വസുന്ധര എൻ്റെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിമ പിടിക്കും. അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് 9 മാവൻ്റെ താലിമാല എടുക്കണം എന്ന് പറയണം. അതല്ലെങ്കിൽ പോയ മാല നമുക്ക് കണ്ടെത്തണം എന്ന് പറയണം. അപ്പോൾ ഈ സമയം രേണുക പറയാം എങ്ങനെ കണ്ടെത്താനാണ്, ആ വന്നവൻ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അവൻ്റെ കയ്യിൽ ആകെ ഒരു അടയാളം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഒരു പച്ച കുത്ത്, അത് മാത്രം ഉണ്ട് എന്ന് പറയണം. അപ്പോൾ ഇത് കേൾക്കുന്ന നിധിക്ക് അതൊരു കച്ചിച്ചുരുമ്പായി തോന്നാണ്. അങ്ങനെ ഈ പച്ച കുത്തിയവൻ്റെ കയ്യിൽ ഇങ്ങനെ എന്തോ ഒരു പേരും എഴുതിയിട്ടുണ്ട്. ആ പേരും ചന്ദ്ര വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ നിധി പിന്നീട് ഒന്നും നോക്കില്ല, എല്ലാ ജ്വല്ലറികളോടും കാര്യം വിളിച്ച് പറയണേ ഇങ്ങനെ പച്ച കുത്തിയിട്ടുണ്ട്, ഇന്ന പേരാണ്, അങ്ങനെ ഒരാൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ ഈ സമയം നിധിയും ഗൗതമും അത് വിളിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ ജ്വല്ലറിയിൽ ആ ഒരാളെത്താണ്, ഈ സ്വർണം വിൽക്കുകയാണ്. അപ്പോൾ ആ സ്വർണം വിൽക്കുന്ന സമയത്ത് അയാളുടെ കൂടെ അയാൾ വിളിച്ചത് പ്രകാരം ശിവാനി അവിടെ എത്താണ്. അങ്ങനെ ശിവാനി എന്ത് ചെയ്യുന്നു, ഈ സ്വർണം വിറ്റിട്ട് വേറൊരു മാല മേടിക്കുകയാണ്. ഒരു കനം കുറഞ്ഞ ഒരു മാലയും പിന്നെ നല്ല പൊക്കമുള്ള ശിവാനിയും ഒരു മാല മേടിച്ച് വരികയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വരികയാണ്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇനിയിപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് ഇവർ കള്ളങ്ങൾ പറയുന്ന കൂട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പേരുദോഷം ഉണ്ടാക്കണം. അതുകൊണ്ട് നിഖിലിനൊരു പണി ഒപ്പിക്കണം എന്ന് കരുതാണ്. അങ്ങനെ എന്ത് ചെയ്യും, ആ മാല കൊണ്ടുപോയിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നിഖിലിൻ്റെ ബാഗിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ഇവിടെ ഇങ്ങനെ മാല മേടിച്ച് കൂടുന്നത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് രേണുക. അങ്ങനെ രേണുക ഈ മാല ഇങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടാണ് ഈ നിഖിലിൻ്റെ ബാഗിൽ ഈ മാല കൊണ്ടിടുന്നത് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഒന്നും അറിയാത്തതുപോലെ ശിവാനി കരഞ്ഞും കൊണ്ടുവരികയാണ്. അമ്മ എനിക്ക് ഇന്നലെ വാങ്ങിത്തന്ന ആ കനം കുറഞ്ഞ മാലയില്ല, അത് കാണാനില്ല എന്ന് പറയണേ. ഇതേ സമയം അവിടെ രേണുക പറയാണ് കാണാനില്ലെങ്കിൽ ഉറപ്പാണ് ഈ നിൽക്കുന്ന നിഖിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ചന്ദ്രിയെ കട്ടിട്ടുണ്ടാവും. അപ്പോൾ ഉടൻ തന്നെ ചന്ദ്രി പറയണേ വായിൽ തോന്നിയത് വിളിച്ച് പറയരുത് ഏട്ടത്തി, അങ്ങനെ ഒരിക്കലും ഇന്നേ വരെ ഞങ്ങൾ ചെയ്തിട്ടില്ല മോഷണം. അതൊക്കെ നിങ്ങൾ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, പ്രവൃത്തിയിലുണ്ടെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം ശിവാനി പറയാം എന്നാൽ ഞാനൊരു പണി ചെയ്യട്ടെ അമ്മേ, ഇവരുടെ ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അപ്പോഴേക്കും രേണുക പറയണേ പോലീസിനെ വിളിക്കാമെന്ന് പറയണേ. അങ്ങനെ നിഖിലിൻ്റെ ബാഗ് കൊടുന്നിട്ട് എല്ലാവർക്കും മുന്നിൽ അങ്ങ് കൊട്ടുമ്പോൾ അതിൽ നിന്ന് ആ മാല കിട്ടുകയാണ് കേട്ടോ. ഇത് കാണുന്നതിനോടുകൂടി ശിവാനി എന്ത് ചെയ്യും, നിഖിലിനെ പൊതിരെ തല്ലാണ്, വിലങ്ങോട്ട് തല്ലാണ്. അപ്പോഴേക്കും രേണുക ഞാൻ പോലീസിനെ വിളിക്കട്ടെ, ഇവൻ പോലീസ് അറസ്റ്റിലാവണം, എങ്കിലാണ് ഇവൻ മറ്റുള്ളവരുടെ മുതൽ കക്കാതിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാക്കണം. അപ്പോൾ ഇത് കണ്ടു നിൽക്കാനാവാതെ ചന്ദ്രൻ നിധിക്ക് വിളിച്ച് പറയണേ നിധി ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നമ്മുടെ മോനാണ് കട്ടതെന്ന് പറഞ്ഞ് ഇവർ നമ്മുടെ നിഖിലിനെ ഒരുപാട് തല്ലി എന്ന് പറയണം കേട്ടോ. ആ കേട്ട പാടെ നിധി അവിടെ എത്തുകയാണ് കേട്ടോ. അപ്പോഴേക്കും നിധി യാത്ര ചെയ്തുകൊണ്ടിരിക്കണം, ഇങ്ങോട്ടേക്ക് വരാനുള്ള യാത്രയിൽ തന്നെയാണ്. അങ്ങനെ നിധി അവിടെ എത്തുകയാണ്. നിധി എത്തുന്നതിനോട് കൂടിയിട്ട് എടി ശിവാനി ആരടി എൻ്റെ നിഖിലിൻ്റെ ബാഗിൽ ആ മാല കൊണ്ടുവച്ചതെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന രേണുക നീ എന്താടി വാദി പ്രതിയാക്കാൻ നോക്കുകയാണ്, കട്ടത് ആരാണെന്ന് എല്ലാവരും കയ്യോടെ കണ്ണോടെ കണ്ടതാണ്, കയ്യോടെ പിടികൂടിയതാണെന്ന് പറയണേ. അങ്ങനെ കട്ടത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ആ കട്ടത് ആരാണെന്ന് പറയാൻ തന്നെ ഞാനും പറഞ്ഞത്. മര്യാദക്ക് പറയടി ശിവാനി, ആരാണ് നിൻ്റെ മാല എൻ്റെ നിഖിലിൻ്റെ ബാഗിൽ കൊണ്ടുവച്ചതെന്ന് പറയുമ്പോൾ നീ എപ്പോഴും എൻ്റെ നേർക്ക് കയറിയിട്ടാണ് ഞാൻ എന്താണ് ചെയ്തത്, ഇവിടെ നിൻ്റെ അനിയൻ നിഖിലാണ് സ്വർണം കട്ടത്, അതെല്ലാവരും കൺമുന്നിൽ കണ്ടതാണ്, വേണമെങ്കിൽ എൻ്റെ അച്ഛനിതാ അതുപോലെ നിൻ്റെ അമ്മ ഇതാ ചോദിക്കുമെന്ന് പറയുമ്പോൾ രേണുകയും ഇതൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ ചന്ദ്രി പറയണേ മോളെ നിഖിലിൻ്റെ ബാഗിൽ നിന്ന് സ്വർണം കിട്ടി എന്നുള്ളത് ശരിയാണ്, പക്ഷേ നമ്മുടെ നിഖിൽ അങ്ങനെ ഒരിക്കലും എടുക്കില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എടുത്തവർ എന്തായാലും ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കിക്കോ, അതല്ലെങ്കിൽ പോലീസ് ഇവിടെ വരുമെന്ന് പറയണം. അപ്പോഴും രേണുകൾക്കും ശിവാനിക്ക് യാതൊരു കോസിലുമില്ല. എന്നാൽ നിധിയാണെങ്കിൽ തൻ്റെ കയ്യിൽ ആ CCTV ദൃശ്യം, ആ സ്വർണം വെക്കാൻ കൊണ്ടുപോയ ആ ദൃശ്യം അങ്ങ് കാണിച്ചു കൊടുക്കണം കേട്ടോ.
നിധിയുടെ താലിമാല വിറ്റ് ഈ സ്വർണം എടുത്ത ആ ദൃശ്യം ശിവാനിയുടെ ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് നിഖിലിനോട് ചോദിക്കും, എന്താടാ നീ നോക്കി നിൽക്കുന്നത്? നിന്നെ തല്ലിയത് എത്രയാണോ അതിൻ്റെ 2 ഇരട്ടി നീ ശിവാനിക്ക് കൊടുക്കുക എന്ന് പറയണേ. അപ്പോൾ ഈ സമയം അശോകനുണ്ടാവും. അപ്പോൾ അശോകനെ നോക്കിയിട്ട് അമ്മാവ എന്ന് വിളിക്കുമ്പോൾ, നീ എന്ത് കാണാനാടാ നിൽക്കുന്നത്? അമ്മാവ എന്ന് വിളിക്കാതെ അവളുടെ കരണ നോക്കി കൊടുക്കുക എന്ന് പറയണേ. അങ്ങനെ എല്ലാവർക്കും മുന്നിലിട്ട് നിഖിൽ പൊതിരെ തല്ലുന്ന ആ കിടുക്കൻ എപ്പിസോഡൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ താലിമാല രേണുകനെ കൊണ്ട് തന്നെ എടുപ്പിക്കും, അല്ലെങ്കിൽ താങ്കളുടെ മകൾ ഇപ്പോൾ അറസ്റ്റിലാവും എന്ന് നിധി പേടിപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ രേണുകൾക്ക് ഒന്നും മിണ്ടാനും കഴിയില്ല കേട്ടോ.